ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. മകരം രാശിയിൽ 30 നാഴികയും കുംഭം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. അതിൽ മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിൽ ആരോഗ്യപരമായിട്ട് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെയും വിഷമതകളെയും മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. കർമാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സെപ്റ്റംബർ മാസം 17-ാം തീയതി വരെ നീചബലത്തോടു കൂടിയിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് കാണുന്നത്. കർമ്മസംബന്ധമായിട്ട് എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും തളർച്ച കൂടാതെ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. എന്നാലോ സെപ്റ്റംബർ മാസം 18-ാം തീയതി മുതൽ ഈ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സെപ്റ്റംബർ മാസം 18-ാം തീയതി മുതൽ കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അവിട്ടം നക്ഷത്രം മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവതീ സേവ ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. അവതാര വിഷ്ണുവെങ്കിലാണെങ്കിൽ ഭഗവാന് കദളിപ്പഴ സമർപ്പണവും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിൽ ദൈനംദിന ജീവിതത്തിലും പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിനും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിൽ. കുടുംബത്തിലും കുടുംബജീവിതത്തിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. ധനപരമായിട്ട് നേട്ടങ്ങളെല്ലാം കിട്ടുന്നതായ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിൽ. ഈ സമയത്ത്
നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നു.